പ്രകാശമേ മിഴി തുറക്കുക വേഗം. അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അടിച്ചയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരുവിൻ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. സ്നേഹമുള്ളവരെ, യുഗാന്ത പ്രഭാഷണം എന്ന് പറയുന്ന 24-25 അവസാന ഭാഗം അന്തിമ വിധിയെക്കുറിച്ചാണ് യേശു പറയുക. ഈ ലോകത്തിന്റെ അവസാനം ഒരു വിധി ഉണ്ടാകും. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും നിൽക്കേണ്ടി വരും. പുനരുത്ഥാനം ഉണ്ടാകും. പുനരുത്ഥാനത്തിന് ശേഷം ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അത് അവിടെ വിധി ഉണ്ടാകും. ആ വിധി ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്കായിരിക്കും ആൾക്കാർ വിടുക. അപ്പോൾ ഇവിടെ 2 സാഹചര്യങ്ങളാണ്. ഒന്നുകിൽ ദൈവത്തിന് അനുസരിച്ച് ജീവിക്കുക, അപ്പോൾ സ്വർഗത്തിലേക്ക് അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വാക്ക് കേൾക്കാൻ സാധിക്കും. അല്ല മറിച്ചാണെങ്കിൽ ശപിക്കപ്പെട്ടവരെ അവന് പോകുകയായിരിക്കും. അപ്പോൾ എന്താണ് ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള മാനദണ്ഡമായിട്ട് യേശു എടുത്ത് കാണിക്കുന്നത്? ഒന്നേ ഉള്ളൂ. ഇന്ന് വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, ആവശ്യം അനുഭവിക്കുന്ന എൻ്റെ സഹോദരനെ കണ്ടവന് സഹായിക്കാൻ ഞാൻ തയ്യാറാവുന്നു ഇല്ലേ? അപ്പോൾ സഹോദര സ്നേഹമാണ് ദൈവസ്നേഹത്തിന്റെ മാനദണ്ഡം. ആ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ആണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് ഇന്ന് വേദനിക്കുന്നവനായി, ദുഃഖിക്കുന്നവനായി, വിശക്കുന്നവനായി കാണുന്ന സഹോദരങ്ങളെ ഞാൻ കഴിവനുസരിച്ച് സഹായിക്കാൻ സന്നദ്ധനായോ ഇല്ലയോ എന്നുള്ളതാണ് വിധിയുടെ മാനദണ്ഡം. ബാക്കി ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇവിടെ പ്രസക്തമാവുന്നില്ല. വിചാരിച്ച് മതാനുഷ്ഠാനങ്ങൾ വേണ്ട എന്നല്ല. പക്ഷേ അമിതമായ മതഭക്തി വർദ്ധിക്കുമ്പോൾ സഹോദര സ്നേഹം ഇല്ലാതായിപ്പോയാൽ ആ മതഭക്തി അനുഷ്ഠാനങ്ങൾ തന്നെ നാശത്തിന് കാരണമാക്കിയതും എന്ന കാര്യം സാധിക്കുക. ചുറ്റും നിൽക്കുന്നത് അയൽക്കാരനാണ്, എൻ്റെ സഹോദരനാണ്. ഞാൻ നീതി നിഷേധിക്കുന്നത് സഹോദരനെ നിഷേധിക്കുക, ദൈവത്തിന് തന്നെയാണ് നിഷേധിക്കുക. എനിക്ക് ഫലം ഉണ്ടാകാൻ പോകുന്നത് നരകമായിരിക്കും. അതുകൊണ്ട് നരകം വേണോ, സ്വർഗം വേണോ, നിത്യഭാഗ്യം വേണോ, ദുരിതം വേണോ, ഇത് ഞാൻ തീരുമാനിക്കണം. ആ തീരുമാനം പ്രകടമാകുന്നത് ഞാൻ എപ്രകാരം സഹോദരനോട് പെരുമാറുന്നു എന്നിവിടെയായിരിക്കും. അപ്പോൾ സഹോദര സ്നേഹത്തോട് ദൈവസ്നേഹം പ്രകടമാക്കാനാണ് പ്രധാനം ചെയ്യുക. നിൻ വഴിയേ നടക്ക